നമ്മളിപ്പം കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 2 പാർട്ട് പഠിച്ചു. നമ്മൾ ഇന്ന് 3ാമത്തെ ഭാഗമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ, വാട്ട് ആർ ഡിഫറെൻറ്റ് എക്സാമ്പിൾ ഫോർ ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഓർഡർ ഓഫ് എ കോംപ്ലെക്സ് റിയാക്ഷൻ. ഒരു കോംപ്ലെക്സ് റിയാക്ഷൻ്റെ ഓർഡർ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കെമിക്കൽ റിയാക്ഷന് ആ കെമിക്കൽ റിയാക്ഷൻ എത്ര സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത് എന്നതനുസരിച്ച് 2ആയി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമത്തത് എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നു, രണ്ടാമത്തത് കോംപ്ലെക്സ് റിയാക്ഷനാണ്. നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷൻ എത്ര സ്റ്റെപ്പിലൂടെയാണ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുക എന്നതിൻ്റെ ബേസിൽ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്നാമത് പറയുന്നു എലമെൻ്ററി റിയാക്ഷൻ എന്നും, രണ്ടാമത്തത് കോംപ്ലെക്സ് റിയാക്ഷനാണ്. എന്താണ് ഈ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. ഇപ്പോൾ ഒരു സ്റ്റോയിഷ്യോമെട്രി നമ്മളൊരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എഴുതി. ആ ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ എല്ലാ റിയാക്ടിംഗ് മോളിക്യൂളും സൈമൾട്ടേനിയസായി കൊളീഷനിൽ പങ്കെടുത്ത് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനത്തെ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനെ പറയുന്ന പേരാണ് എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആ സ്റ്റെപ്പിൽ ഉൾക്കൊള്ളുന്ന എല്ലാ സ്പീഷീസും സൈമൾട്ടേനിയസായി കൊളൈഡ് ചെയ്ത് റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. അങ്ങനത്തെ റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത്. ദേ ആർ സിംഗിൾ സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻ. നോക്കൂ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കോംപ്ലെക്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കോംപ്ലെക്സ് റിയാക്ഷൻ. കാരണം ഇത് സിംഗിൾ സ്റ്റെപ്പ് ആണെങ്കിൽ എന്തായിരിക്കും കോംപ്ലെക്സ് റിയാക്ഷൻ? ഇത് ഒരിക്കലും ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല, അതൊരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. ഒന്നിലധികം സ്റ്റെപ്പിലൂടെയാണ് ഇങ്ങനത്തെ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം നമ്മളിനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോംപ്ലെക്സ് റിയാക്ഷൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ തന്നെ എലമെൻ്ററി റിയാക്ഷൻ ആയിരുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർഡർ പ്രാക്ടിക്കൽ ചെയ്ത് കഴിഞ്ഞ് റേറ്റിലോ എഴുതി നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കോംപ്ലെക്സ് റിയാക്ഷൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ എ കോംപ്ലെക്സ് റിയാക്ഷൻ. 2H2O2 gives, in presence of iodine in alkaline medium, we get H2O, 2H2O plus O2. ഈ റിയാക്ഷൻ decomposition of H2O2 in presence of iodine in iodide in alkaline medium, ആ റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ. നമ്മൾ ഇതുപോലെ H2O2ൻ്റെ ഡിക്കമ്പോസിഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ കണ്ടീഷൻസ് പ്രത്യേകം ഓർമ്മിക്കണം. അയഡൈഡ് മീഡിയം ആൻഡ് ഇൻ ആൽക്കലൈൻ മീഡിയത്തിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യുകയാണ് എങ്കിൽ അതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല. അപ്പോൾ നോക്കൂ, ഇതൊരു കോംപ്ലെക്സ് റിയാക്ഷൻ ആയിട്ടാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ 2 സ്റ്റെപ്പിലൂടെ നടക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലൂടെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ H2O2 പ്ലസ് അയഡൈഡ് ഗീവ്സ് H2O2 പ്ലസ് IO മൈനസ് എന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് H2O2 പ്ലസ് IO മൈനസ് ഗീവ്സ് H2O പ്ലസ് I മൈനസ് പ്ലസ് O2 എന്ന രണ്ടാമത്തെ സ്റ്റെപ്പുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇങ്ങനെ ഈ 2 സ്റ്റെപ്പിലൂടെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ചോദിച്ചാൽ, ഈ 2 സ്റ്റെപ്പിലും നമ്മൾ അതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വളരെ സ്ലോ ആയി നടക്കുന്ന സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പിനേക്കാൾ ഫാസ്റ്റാണ് എന്ന് മനസ്സിലായി. നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു? ഈ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ്റെ ഓരോ സ്റ്റെപ്പും വിശകലനം ചെയ്തു. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി ഈ സ്റ്റെപ്പിൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ, ദാറ്റ് ഈസ് IO മൈനസിൻ്റെ ഫോർമേഷൻ നടക്കുന്ന ആ സ്റ്റെപ്പ് വളരെ സ്ലോ ആയി നടക്കുന്ന സ്റ്റെപ്പാണ് എന്ന് മനസ്സിലായി. നോക്കൂ, ഈ റിയാക്ഷൻ നമ്മൾ എഴുതിയപ്പോൾ
IO മൈനസ് എന്നൊരു ഇൻ്റർമീഡിയറ്റ് സ്പീഷീസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് ഇൻ്റർമീഡിയറ്റ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇൻ്റർമീഡിയറ്റ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന പുതിയൊരു സ്പീഷീസാണ് ഇൻ്റർമീഡിയറ്റ് സ്പീഷീസ്. അതൊരിക്കലും നെറ്റ് റിയാക്ഷനിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈ ഇൻ്റർമീഡിയറ്റ് സ്പീഷീസ് ഫോം ചെയ്യുന്ന ഒന്നാമത്തെ റിയാക്ഷനാണ് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റെപ്പാണ് ഈ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒരു കോംപ്ലെക്സ് റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കോംപ്ലെക്സ് റിയാക്ഷനിലുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളിൽ ഏത് സ്റ്റെപ്പാണോ വളരെ സ്ലോ ആയി നടക്കുന്നത് ആ സ്റ്റെപ്പാണ് ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായി നമ്മൾ എടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു കാർ ഉണ്ടാക്കുന്ന കമ്പനി നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കൂ. ആ കാർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ കാറിൻ്റെ എൻജിൻ ഉണ്ടാക്കുന്നുണ്ട്, കാറിൻ്റെ ടയർ ഉണ്ടാക്കുന്നുണ്ട്, കാറിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാർ നിർമ്മിക്കുന്ന കമ്പനിയിൽ ഏറ്റവും സ്ലോ ആയി നടക്കുന്ന പ്രോസസ്സ് ടയറിൻ്റെ നിർമ്മാണമാണ് എന്ന് വിചാരിക്കും. അപ്പോൾ നോക്കൂ, ആ കാറിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? നമുക്കറിയാം, ആ ടയർ എത്ര എണ്ണം ഉണ്ടാക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഏതൊരു പ്രോസസ്സാണെങ്കിലും അതിൻ്റെ റേറ്റ് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടുത്തെ ഏറ്റവും സ്ലോ ആയി നടക്കുന്ന പ്രോസസ്സാണ് എന്നുള്ളത് ഒരു സാധാരണ കാര്യം തന്നെയാണ്. നമ്മൾ ആ കൺസെപ്റ്റാണ് ഇവിടെ കെമിസ്ട്രിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഒരു കോംപ്ലെക്സ് റിയാക്ഷനിൽ മൾട്ടി സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. ആ മൾട്ടി സ്റ്റെപ്പിൽ ഏറ്റവും സ്ലോ ആയി നടക്കുന്ന സ്റ്റെപ്പാണ് ആ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഈ റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ റിയാക്ഷൻ്റെ റേറ്റ് ലോ നമ്മൾ എഴുതുന്നത്. സോ ഹൗ യു ക്യാൻ റൈറ്റ് ദ റേറ്റ് ലോ? സോ റേറ്റ് ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ് റേറ്റ് is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേറ്റ് -1/2 into d by dt of concentration of H2O2. എന്താ 1/2 എന്ന് വരാൻ കാരണം? നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. അതുകൊണ്ട് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് H2O2 നമ്മൾ എഴുതുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ -1/2 into d by dt of concentration of H2O2 is equal to, നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ, K ഇൻറ്റു ഇവിടുത്തെ റിയാക്ടൻ്റ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I- ആണ്. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് റിയാക്ഷൻ എത്രയായിരിക്കും? സോ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ റിയാക്ഷൻ കണ്ടാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ റേറ്റ് ലോ ഇങ്ങനെയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷനെ കൃത്യമായി ഓരോ സ്റ്റെപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ കൃത്യമായി പഠിച്ചു. സോ നമ്മൾ മനസ്സിലാക്കി, ഇതിലെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഏറ്റവും സ്ലോ സ്റ്റെപ്പ് എടുക്കണം. ആ സ്ലോ സ്റ്റെപ്പ് നമ്മൾ എടുത്തു, റേറ്റ് ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു d by dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I- ആണ്. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ 2 ആണ് എന്ന് മനസ്സിലാക്കി. അപ്പം നമ്മൾ ഏതൊരു കോംപ്ലെക്സ് റിയാക്ഷൻ്റെയും റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. സോ ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഇസ് എ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഓഫ് എ കോംപ്ലെക്സ് റിയാക്ഷൻ എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അടുത്തതായി നമുക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിസ്കസ് ചെയ്യണം. നമ്മൾ അന്ന് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നോക്കൂ, ആ പോയിന്റ് നിങ്ങൾ മനസ്സിൽ വേണം. നമ്മൾ അന്ന് പറഞ്ഞു റേറ്റ് കോൺസ്റ്റൻറ്റിന് കൃത്യമായൊരു യൂണിറ്റ് ഇല്ല, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പഠിച്ചു.
നമ്മളിപ്പോൾ എന്താണ് ഓർഡർ എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് ഇനി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കുമെന്ന് പഠിക്കാം. കൺസിഡർ nth ഓർഡർ റിയാക്ഷൻ. നോക്കൂ, Na gives പ്രൊഡക്റ്റ്. ഇതൊരു nth ഓർഡർ റിയാക്ഷൻ ആണ് എങ്കിൽ ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു N. നമുക്ക് കെയുടെ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ K ഇസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു N ആണ്. സോ വാട്ട് ഇസ് റേറ്റ്? റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ഇൻറ്റു ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? ഇവിടെ കോൺസെൻട്രേഷൻ ആണ്, കോൺസെൻട്രേഷൻ റേസ് ടു എൻ എന്നെഴുതി. സോ വി ക്യാൻ റൈറ്റ് കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ്. കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ് ആണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എഴുതാം മോൾസ് പെർ ലിറ്റർ 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു nth ഓർഡർ റിയാക്ഷനിൽ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ റേസ് ടു 1 മൈനസ് എൻ ടൈം റേസ് ടു -1 ടൈം റേസ് ടു -1 ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ്. ഒരു nth ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും ചോദിച്ചാൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ് ആണ്. ഇനി നിങ്ങൾ എന്നിന് പകരം 1 ഇട്ട് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനായി. എന്നിന് പകരം 0 ആണെങ്കിൽ 0 ഓർഡർ റിയാക്ഷനായി. എന്നിന് പകരം 2 ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷനായി. ഏത് ഓർഡറിൻ്റെയും നിങ്ങൾ ഈ ജനറൽ ഇക്വേഷൻ ഓർമ്മിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, അപ്പോൾ നമുക്ക് നോക്കാം റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ zero order reaction. What is the unit of rate constant for zero order reaction? അപ്പോൾ നമുക്കത് ജനറലി നമുക്കറിയാം യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ nth ഓർഡർ റിയാക്ഷൻ ആസ് മോൾസ് പെർ ലിറ്റർ 1 മൈനസ് എൻ ടൈം ഇൻവേഴ്സ്. നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മളിവിടെ for zero order reaction substitute n is equal to 0. അപ്പോൾ എന്താ വരിക? മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷനിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്? നമുക്കറിയാം റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയാണ് വന്നത്. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ ആണ്, സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ്, ഏത് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് ആണ് റേറ്റിൻ്റെ യൂണിറ്റുമായിട്ട് ഈക്വൽ, അതേ യൂണിറ്റ് വരുന്നത് ഏതിനാണ് എന്ന്. അപ്പോൾ അതിന് ഉത്തരം എന്തായിരുന്നു? സീറോ ഓർഡർ റിയാക്ഷന്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റും റേറ്റിൻ്റെ യൂണിറ്റും ഒന്ന് തന്നെയാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാം n, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ n is equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എന്താണ് യൂണിറ്റ് എന്ന് വരിക? K is equal to മോൾ ലിറ്റർ ഇൻവേഴ്സ് 1 മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. സോ എന്താ നമുക്ക് കിട്ടുന്നത്? ദ ആൻസർ ഇസ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് എന്തായിരിക്കും ചോദിച്ചാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും എന്ന് ഓർമ്മിക്കുക. ഇനി അടുത്തത് നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ്, ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് എത്രയായിരിക്കും എന്ന് നോക്കണം. സോ n is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മോൾ
mole raised to 1 minus n liter raised to n minus 1 time inverse. അല്ലേ, ശരിക്കും ഇത് വരുന്നത് മോൾ റേസ് ടു 1 മൈനസ് എൻ ലിറ്റർ റേസ് ടു n മൈനസ് 1 ടൈം ഇൻവേഴ്സ്. സോ n is equal to 2 ആവുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മോൾ റേസ് ടു 1 മൈനസ് 2. സോ മൈനസ് 1 റേസ് ടു L 2 മൈനസ് 1 ലിറ്റർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടി. സോ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആവുമ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് തേർഡ് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് ഫോർ ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പത്തിനായി നമ്മളൊരു കോളത്തിലാക്കി വെച്ചിട്ടുണ്ട്. സോ റിയാക്ഷൻ ഓർഡർ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. അടുത്തതായി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. നോക്കൂ, ഇവിടെ 0 ഓർഡർ ആണെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ്. ഇത് കൃത്യമായി പഠിക്കാം, പരീക്ഷയ്ക്ക് വരും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തതായി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ദ പ്രോബ്ലം is identify the reaction order from each of the following rate constant. So rate constant K is equal to 2.3 into 10 raised to minus 5 liter mole inverse second inverse എന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, ഇതിൽ നിന്ന് നമ്മൾ ഈ വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂവിൽ നിന്ന് ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ യൂണിറ്റിലേക്ക് നോക്കാം. ഈ യൂണിറ്റ് ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ദിസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ യൂണിറ്റ് നോക്കുക. യൂണിറ്റ് നോക്കിയിട്ട് അത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, നമ്പർ 2. K is equal to 3 into 10 raised to minus 4 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. അപ്പോൾ അത് ഏത് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും? സോ ഇറ്റ് ഇസ് എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് നോക്കിയാൽ നമുക്കത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. നമ്പർ 2. എ റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ ഇൻ എ ആൻഡ് സെക്കൻഡ് ഓർഡർ ഇൻ ബി തന്നിട്ടുണ്ട്. ഒരു റിയാക്ഷൻ, അതിൽ 2 റിയാക്റ്റൻ്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്. എ ഈസ് ഇൻ ഫസ്റ്റ് ഓർഡർ, ബി ഈസ് ഇൻ സെക്കൻഡ് ഓർഡർ. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ റേറ്റ് ലോ. സോ റേറ്റ് ലോ എഴുതിയിട്ട് നമ്മൾ എഴുതി R is equal to K into concentration of A into concentration of B raised to 2. കാരണം സെക്കൻഡ് ഓർഡർ ഇൻ ബി തന്നിട്ടുണ്ട്, അതുകൊണ്ട് B raised to 2 എന്നെഴുതി. So what is the overall order of this reaction? This 2 plus 1 3 ആണ് നമുക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. How is the rate affected when concentration of B tripled? ഈ റേറ്റ് എങ്ങനെ എഫക്റ്റഡ് ആവും എപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ ട്രിപ്പിൾ ചെയ്താൽ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നമുക്കിങ്ങനെ എഴുതാം. R2 is equal to K into concentration of A into concentration of 3B square എന്നെഴുതി. ഇവിടെ കോൺസെൻട്രേഷൻ 3B ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കൂ, ജസ്റ്റ് ഇറ്റ് R2 is equal to K into concentration of A into concentration of 3B square എന്നെഴുതി. We have R1 is equal to K into concentration of A into concentration of B raised to 2 എന്നറിയാം. നമ്മൾ R2 by R1 ചെയ്തു. സോ R2 by R1 is equal to K കട്ട് ചെയ്തു, A യും കട്ട് ചെയ്തു. സോ വി ഗെറ്റ് 3B square
ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എന്ന് കിട്ടി. സോ നമുക്ക് കിട്ടി ഇറ്റ് ഈസ് ഈക്വൽ ടു 9 ഓർ R2 is equal to 9 into R1. അപ്പോൾ നോക്കൂ, R2ൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ R1നേക്കാൾ 9 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കൂടും തോറും റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻക്രീസ് ചെയ്യുന്നു എന്ന ഇൻഫർമേഷനും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഓർഡറിനെ പറ്റി പഠിച്ചത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഡിഫറെൻറ്റ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്. ഓർഡർ ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായി. നമ്മൾ ഓർഡർ ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ ദ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് ദി മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ എന്താണ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കോംപ്ലക്സ് റിയാക്ഷനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ആ കോംപ്ലക്സ് റിയാക്ഷനെ വിവിധ സിമ്പിൾ റിയാക്ഷൻസ് ആക്കി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിൾ റിയാക്ഷൻസ് ആക്കി എഴുതി അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനെ പറയുന്ന പേരാണ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻ. സോ മെക്കാനിസം ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് each step involved in a chemical reaction എന്ന് കൂടി കൃത്യമായി മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ അടുത്തത് പഠിച്ചത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ് എന്നാണ്. ആ യൂണിറ്റ് കണ്ടാൽ നമുക്ക് ഏത് ഓർഡർ റിയാക്ഷനാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പ്രോബ്ലം സെക്ഷനും നമ്മൾ കണ്ടെത്തി. നമുക്ക് അടുത്തതായി മോളിക്കുലാരിറ്റി എന്ന ടേമാണ് പഠിക്കാനുള്ളത്. സോ മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. അമോണിയം നൈട്രൈറ്റ് ഗിവ്സ് N2 plus 2H2O. So the molecularity of the reaction is 1 എന്നാണുള്ളത്. So it is a unimolecular reaction. So 1NH4NO2 reactor. So the molecularity is 1. So next reaction is 2HI gives H2 plus I2. Here the molecularity is found to be 2:1. It is a bimolecular reaction ആണ്. 2HI ഉണ്ട്. സോ അതുകൊണ്ട് മോളിക്കുലാരിറ്റി 2 ആണ്. ഹിയർ മൂന്നാമത്തെ എക്സാമ്പിളിൽ 2NO plus O2 gives 2NO2. എത്രയായിരിക്കും മോളിക്കുലാരിറ്റി? നോക്കൂ, നിങ്ങൾ പറഞ്ഞു നോക്കൂ. 2NO plus O2. സോ മോളിക്കുലാരിറ്റി ഈസ് 3 എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 2NO plus O2 ടോട്ടൽ റിയാക്ടിംഗ് മോളിക്യൂൾ 3 ആണ്. അതുകൊണ്ട് മോളിക്കുലാരിറ്റി 3 ആണെന്ന് പറഞ്ഞു. ടോട്ടൽ റിയാക്ടിംഗ് മോളിക്യൂൾ 2 ആണ്. അതുകൊണ്ട് മോളിക്കുലാരിറ്റി 2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ഒന്നും ചെയ്ത് നോക്കാണ്ട് തന്നെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി ഓരോ റിയാക്ഷൻ്റെയും ഇവിടെ പ്രെഡിക്റ്റ് ചെയ്തത്. എങ്കിൽ വാട്ട് ഈസ് ദ മോളിക്കുലാരിറ്റി ഓഫ് ദിസ് റിയാക്ഷൻ? KClO3 പ്ലസ് 6FeSO4 പ്ലസ് 3H2SO4 ഗീവ്സ് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി? നമ്മൾ ഇതേ പറഞ്ഞ പോലെയാണെങ്കിൽ 6, 3, 9, 1, 10 ആണ് മോളിക്കുലാരിറ്റി വരേണ്ടത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ മോളിക്കുലാരിറ്റി 10 അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഡെഫിനിഷൻ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 10 ആണ് വരുന്നത്, പക്ഷേ 10 അല്ല. അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം മോളിക്കുലാരിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വാക്ക് നമ്മളവിടെ ഉപയോഗിക്കണം. ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ വിച്ച് അണ്ടർഗോ സൈമൾട്ടേനിയസ് കൊളീഷൻ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിക്കുലാരിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു റിയാക്ഷനിൽ ഒരേ സമയം കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂളിൻ്റെ എണ്ണമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ സൈമൾട്ടേനിയസ് എന്ന വാക്കിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി എന്ന് ചോദിച്ചാൽ മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആസ് എ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ്. റിയാക്ടിംഗ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം, വിച്ച് അണ്ടർഗോ സൈമൾട്ടേനിയസ് കൊളീഷൻ
to form chemical which undergo chemical reaction. നോക്കൂ, molecularity of a chemical reaction is a total number of reacting species which undergo simultaneous collision to give product എന്ന് എഴുതി കഴിഞ്ഞാൽ ഡെഫിനിഷനായി ഇത് അണ്ടർലൈൻ ചെയ്തിടണം. സൈമൾട്ടേനിയസ് കൊളീഷൻ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരേ സമയം എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ ടോട്ടൽ എണ്ണമാണ് മോളിക്കുലാരിറ്റി എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് 10 എന്ന് പറയാത്തത്? അപ്പോൾ മോളിക്കുലാരിറ്റിയെ പറ്റി പറയുമ്പോൾ കുറച്ച് പോയിന്റ്സ് ഓർമ്മിക്കാനുണ്ട്. നോക്കൂ, ദ പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 3 മോളിക്യൂൾ ക്യാൻ കൊളൈഡ് and react simultaneously is very rare. ശ്രദ്ധിക്കുക, the probability of more than 3 molecule can collide and react simultaneously is very rare. ഒരേ സമയം 3-ലധികം മോളിക്യൂൾസിന് വന്ന് എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഒരു 3 മോളിക്യൂൾസിനൊക്കെ ഒരേ സമയം എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യാം. പക്ഷെ ഒരു 10 മോളിക്യൂൾസിനൊന്നും ഒരേ സമയം എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹെൻസ് മോളിക്കുലാരിറ്റി മോർ ദാൻ 3 is not observed. ഇതൊരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോളിക്കുലാരിറ്റി മോർ ദാൻ 3 is not observed. എന്തുകൊണ്ടാണ് മോളിക്കുലാരിറ്റി മാക്സിമം നമ്മൾ 3 വരെ മാത്രമേ പറയാറുള്ളൂ, അതിൻ്റെ അപ്പുറം നമ്മൾ പറയാറില്ല? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നോക്കൂ, ദ പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 3 molecule that can collide and react simultaneously is very rare. That hence molecularity more than 3 is not observed. വളരെ ശ്രദ്ധിക്കാം. അപ്പം മോളിക്കുലാരിറ്റി എന്താണെന്ന് പഠിച്ചു നമ്മൾ. അതിൻ്റെ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു മോളിക്കുലാരിറ്റിയെ പറ്റിയിട്ട്. അടുത്ത പോയിന്റ് നോക്കൂ, നമ്പർ 2, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ഈസ് ഓൾവേസ് എ ഹോൾ നമ്പർ ആയിരിക്കും. എപ്പോഴും ഒരു ഹോൾ നമ്പർ വാല്യൂ മാത്രമേ പറ്റുള്ളൂ. ഓർഡറിൻ്റെ പോലെ ഫ്രാക്ഷണൽ വാല്യൂസ് ഒരിക്കലും മോളിക്കുലാരിറ്റിക്ക് പറ്റുന്നില്ല. അടുത്ത പോയിന്റ്, ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഓഫ് ഈച്ച് സ്റ്റെപ്പേഴ്സ് ഡിറ്റർമിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കോംപ്ലെക്സ് റിയാക്ഷൻസ് ഉണ്ട്. ഓർഡർ പറയുമ്പോൾ നമ്മൾ കോംപ്ലെക്സ് റിയാക്ഷൻ്റെ ഏതാണോ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഓർഡർ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ മോളിക്കുലാരിറ്റി അങ്ങനെയല്ല, ഓരോ സ്റ്റെപ്പിൻ്റെയും മോളിക്കുലാരിറ്റി നമ്മൾ പറയാറുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഓഫ് ഈച്ച് സ്റ്റെപ്പേഴ്സ് ഡിറ്റർമൈൻഡ്. അടുത്തത്, a multi-step reaction has no overall molecularity. നോക്കൂ, ഓവറോൾ മോളിക്കുലാരിറ്റി എന്നൊരു കൺസെപ്റ്റ് ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ഇല്ല. പക്ഷേ ഓവറോൾ ഓർഡർ പറയാറുണ്ട്. ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ ഇസ് എ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഓർഡർ ആണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഓവറോൾ ഓർഡർ എന്ന് പറഞ്ഞതുപോലെ ഓവറോൾ മോളിക്കുലാരിറ്റി എന്നുള്ളൊരു വാക്ക് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം മീനിങ്ലെസ് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ has no overall molecularity. അടുത്ത പോയിന്റ്, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ cannot be 0. ഒരിക്കലും മോളിക്കുലാരിറ്റി 0 ആയിട്ടുള്ള ഒരു റിയാക്ഷൻ പോസിബിൾ അല്ല. 0 എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മോളിക്യൂൾസ് ഇല്ല എന്നല്ലേ അർത്ഥം. ടോട്ടൽ നമ്പർ ഓഫ് കൊളൈഡിങ് മോളിക്യൂൾ എന്നല്ലേ നമ്മൾ മോളിക്കുലാരിറ്റി പറഞ്ഞത്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അവിടെ മോളിക്യൂൾസേ ഇല്ല, അങ്ങനെ റിയാക്ഷൻ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് മോളിക്കുലാരിറ്റിയുടെ വാല്യൂ ഒരിക്കലും 0 വാല്യൂ ആവാൻ പറ്റില്ല. പക്ഷേ ഓർഡറിൻ്റെ വാല്യൂ 0 ഓർഡർ റിയാക്ഷൻസും ഉണ്ടായിരിക്കാം. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അബൌട്ട് മോളിക്കുലാരിറ്റി. സോ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് മോളിക്കുലാരിറ്റി. പിന്നെ മോളിക്കുലാരിറ്റിയെ പറ്റി നമ്മൾ കുറച്ച് പോയിന്റ്സ് ഓർമ്മിച്ചു. ഒന്നാമത്തെ പോയിന്റ്, മോളിക്കുലാരിറ്റി മാക്സിമം 3 വരെ മാത്രമേ പറയാറുള്ളൂ. 3ക്ക് ശേഷം നമ്മൾ മോളിക്കുലാരിറ്റി പറയാറില്ല. കാരണം ഒരേ സമയം 3 മോളിക്യൂൾ വരെ മാത്രമേ എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എപ്പോഴും ഹോൾ നമ്പർ വാല്യൂ മാത്രമേ മോളിക്കുലാരിറ്റിക്ക് പറയാറുള്ളൂ, ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ടാവാറില്ല. മൂന്നാമത്തെ പോയിന്റ്, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആകുമ്പോൾ ഓരോ സ്റ്റെപ്പിൻ്റെയും മോളിക്കുലാരിറ്റി ഡിറ്റർമിൻ ചെയ്യാറുണ്ട്.
അടുത്ത പോയിന്റ്, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ ഓവറോൾ മോളിക്കുലാരിറ്റിക്ക് ഇമ്പോർട്ടൻസേ ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അടുത്ത പോയിന്റ്, മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ കോൺ ബി സീറോ ആവാൻ പാടില്ല എന്ന പോയിന്റും ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയുമാണ് മോളിക്കുലാരിറ്റി എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? അതുപോലെ ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കാം. അടുത്തതായി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുള്ളത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക, നന്നായി പഠിക്കണം. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. It is a sum of powers of concentration terms in a rate law expression. ഞാൻ മുഴുവൻ എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ കൃത്യമായിട്ട് എഴുതുക. സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ എ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഇറ്റ് ഇസ് എ ഓർഡർ. മോളിക്കുലാരിറ്റി നമ്മളിപ്പോൾ പറഞ്ഞു, ടോട്ടൽ നമ്പർ ഓഫ് reacting species which undergo simultaneous collision during a chemical reaction എന്നുള്ളത് മോളിക്കുലാർ താഴെ എഴുതുക. അപ്പോൾ ഡെഫിനിഷനിലെ വ്യത്യാസം മനസ്സിലാക്കി. ഇനി രണ്ടാമത്തത് നമ്മളൊന്ന് പറഞ്ഞു, ഓർഡർ നമുക്ക് ഒരിക്കലും തിയററ്റിക്കലായി കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാലൻസ് കെമിക്കൽ ഇക്വേഷനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് ഇസ് എ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് ഓർഡർ. പക്ഷേ മോളിക്കുലാരിറ്റി നമുക്കൊരു ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ് മോളിക്കുലാരിറ്റി. അടുത്ത ഡിഫറൻസ്, മേ ബി ഫ്രാക്ഷണൽ വാല്യൂസ്. നമ്മളൊന്ന് പഠിച്ചു, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് പോസിബിൾ ആണ്. പക്ഷെ ഒരിക്കലും ഓൺലി ഹോൾ നമ്പർ വാല്യൂസ് മാത്രമേ, ഫ്രാക്ഷൻ വാല്യൂ ഉള്ള ഒരു മോളിക്കുലാരിറ്റി നമുക്ക് പോസിബിൾ അല്ല. ഹോൾ നമ്പർ വാല്യൂസ് മാത്രമേ പറ്റുന്നുള്ളൂ. അടുത്ത പോയിന്റ്, ക്യാൻ ബി സീറോ. ഓർഡർ മേ ബി സീറോ ഓർഡർ റിയാക്ഷൻസ് പോസിബിൾ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റി സീറോ ആവാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺ ബി സീറോ. അടുത്ത പോയിന്റ്, ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ഓർഡർ ഇസ് ഡിറ്റർമിൻ ഫോർ സ്ലോവർ സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ആയിരിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിൻ്റെയും റേറ്റ് നമ്മൾ നോക്കും. അത് സ്ലോ സ്റ്റെപ്പിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഓർഡറാണ് നമ്മൾ ആ റിയാക്ഷൻ്റെ ഓർഡറായിട്ട് പറയുന്നത്. അപ്പം ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ഓർഡേഴ്സ് ഡിറ്റർമിൻ ഫോർ സ്ലോവർ സ്റ്റെപ്പ്. പക്ഷേ ഇൻ എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഡിറ്റർമിൻ ഫോർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിനും മോളിക്കുലാരിറ്റി നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ നമ്മൾ ഓർഡർ ആണെങ്കിൽ സ്ലോവർ സ്റ്റെപ്പിൻ്റെ മാത്രമേ ഓർഡർ കണ്ടുപിടിക്കുള്ളൂ. ഇവിടെയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിൻ്റെയും മോളിക്കുലാരിറ്റി നമ്മൾ കണ്ടുപിടിക്കും. അടുത്ത പോയിന്റ്, ഓവറോൾ ഓർഡർ ഇസ് ഓർഡർ ഓഫ് സ്ലോവർ സ്റ്റെപ്പ്. നമ്മൾ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനിൽ ഏറ്റവും സ്ലോവർ സ്റ്റെപ്പാണ് അതിൻ്റെ ഓർഡർ ഡിറ്റർമിൻ സ്റ്റെപ്പായിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, നോ ഓവറോൾ മോളിക്കുലാരിറ്റി. ഒരു ഓവറോൾ മോളിക്കുലാരിറ്റി എന്ന കൺസെപ്റ്റ് ഇല്ല. സോ നോ ഓവറോൾ മോളിക്കുലാരിറ്റി. പക്ഷേ ഇവിടെ ഓവറോൾ ഓർഡർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഓവറോൾ മോളിക്കുലർ റിയാക്ഷൻ്റെ ആകെ മൊത്തം മോളിക്കുലാരിറ്റികൾ പറയാറില്ല, പക്ഷേ ആകെ മൊത്തം ഓർഡറിനെ പറ്റി പറയാറുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നന്നായിട്ട് പഠിക്കുക, പോയിന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചോളൂ. നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ പറ്റിയിട്ടാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ്? സ്യൂഡോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫോൾസ് ഫീലിംഗ് എന്നാണ്. ഫോൾസ് ഫീലിംഗ് വരുന്ന ഒരു റിയാക്ഷനാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്കൊരു എക്സാമ്പിളിലൂടെ എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പഠിക്കാം. നോക്കൂ, ഈ റിയാക്ഷൻ നോക്കൂ. ഈഥൈൽ അസറ്റേറ്റ് plus water, hydrolysis of ethyl acetate in acid medium to give acetic acid and ethanol. നമുക്കുള്ള റിയാക്ഷൻ ഇതാണ്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി 0.01 മോൾ ഈഥൈൽ അസറ്റേറ്റ് എടുത്തിട്ടുണ്ട്, 10 മോൾ H2O എടുത്തിട്ടുണ്ട്. അറ്റ് T is equal to 0. റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ 0 മോൾ ആണ്.
ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആഫ്റ്റർ t സെക്കൻഡ്സ് ഈ ഈഥൈൽ അസറ്റേറ്റിൻ്റെ കോൺസെൻട്രേഷൻ 0 മോൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. H2O കോൺസെൻട്രേഷൻ നോക്കൂ, അതിൻ്റെ 9.9 മോൾ ആയിട്ടുണ്ട്. അപ്പോൾ അസറ്റിക് ആസിഡ് 0.01 മോളും എഥനോൾ 0.01 മോളും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ റിയാക്ഷനെ നോക്കുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രത്യേകത എന്താണ്? ബിഫോർ റിയാക്ഷൻ അത് 10 മോൾ ആയിരുന്നു. ആഫ്റ്റർ ഇറ്റ് ചേഞ്ചസ് ടു 9.9 മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ H2 കോൺസെൻട്രേഷന് കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈഥൈൽ അസറ്റേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇതിൽ ഒരു റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് എക്സസ് ആണ്. ഒന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഈഥൈൽ അസറ്റേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ എമൗണ്ട് എക്സസ് ആണ് എന്ന പോയിന്റും, റിയാക്ഷൻ ചെയ്ത ശേഷം ആ എക്സസ് എമൗണ്ട് നമ്മളെടുത്ത് അതിൻ്റെ കോൺസെൻട്രേഷന് കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്ന കാര്യവും നമ്മൾ ഈ പ്രാക്ടിക്കലിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ നമ്മളിതിൻ്റെ റേറ്റ് ലോ എഴുതുകയാണ്. റേറ്റ് ലോ ഇസ് ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു ഈഥൈൽ അസറ്റേറ്റ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസറ്റേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. നോക്കൂ, ഇവിടെ K ഡാഷ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ റിമെയിൻസ് കോൺസ്റ്റൻ്റ് നമുക്ക് എടുക്കണം. സോ വി ക്യാൻ റൈറ്റ് K ഡാഷ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു അനദർ കോൺസ്റ്റൻ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു K ആണ്. സോ ദിസ് ഇക്വേഷൻ ബിക്കം റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഈഥൈൽ അസറ്റേറ്റ് ആയി. എന്ന് പറഞ്ഞാൽ ഈ റേറ്റ് എക്സ്പ്രഷനിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഇല്ല. അപ്പോൾ അതിന് കാരണം എന്താണ്? വാട്ടർ നമ്മൾ എക്സസ് എമൗണ്ട് എടുത്തത് കൊണ്ടാണ് നമ്മളവിടെ അതിൻ്റെ കോൺസെൻട്രേഷനിൽ കാര്യമായ വ്യത്യാസം വരാത്തത് കൊണ്ടാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ അത് ഉൾപ്പെടുത്താത്തത്. നമ്മളന്ന് റേറ്റ് ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേറ്റ് ലോ നമ്മൾ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ വാരി ചെയ്യുന്നവയെ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷന് കാര്യമായ വ്യത്യാസം വരാത്തത് കൊണ്ട് റേറ്റ് ലോയിൽ നമ്മൾ വാട്ടറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ ഈ റിയാക്ഷൻ കണ്ടാൽ നമുക്കിതൊരു ഹയർ ഓർഡർ ആണെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി അത് ഒരു ലോവർ ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ ഇതൊരു ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നു. സോ എ റിയാക്ഷൻ which appears to be higher order but actually follows a lower order kinetics is known as pseudo order reaction. So what is a pseudo order reactions? So pseudo order reaction എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ a reaction which appears to be a higher order but actually follows a lower order kinetics is known as pseudo order reaction. ഗീവ് എക്സാമ്പിൾ ചോദിച്ചാൽ എക്സാമ്പിൾ ഇതാണ്. ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഈഥൈൽ അസറ്റേറ്റ് പ്ലസ് H2O നടക്കുന്ന റിയാക്ഷൻ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. പക്ഷേ ഇവിടെ ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് സ്യൂഡോ ഓർഡർ റിയാക്ഷനാണ് എന്ന കാര്യം ഓർമ്മിക്കുക. കാരണം ഇവിടെ വാട്ടർ പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട് ആയതുകൊണ്ടാണ്. ഇനി അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിളാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗർ C12H22O11 പ്ലസ് H2O gives ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. ഈ കേസിലും വാട്ടർ പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട് ആണ്. സോ നമുക്ക് എങ്ങനെയാണ് റേറ്റ് ലോ വെച്ച് നമ്മൾ റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? സോ വി ക്യാൻ റൈറ്റ് ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ആസ് ബൈ റേറ്റ് ലോ വി ക്യാൻ റൈറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം K into concentration of C12H22O11 എന്നെഴുതാം. സോ ദിസ് ഇസ് ദ റേറ്റ് എക്സ്പ്രഷൻ. സോ ഇവിടെയും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ബിക്കോസ് വാട്ടർ പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട് ആണ്. ഇത്രയുമാണ് നമുക്ക് സ്യൂഡോ ഓർഡർ റിയാക്ഷനെ പറ്റി പഠിക്കാൻ. ഫോർ ജനറലി നമ്മൾ പറയാണ് A+B ഗീവ്സ് പ്രൊഡക്റ്റ്. ഇതൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്?
കണ്ടീഷൻ ഇതാണ്, ഇതിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റൻ്റ് എക്സസ് എമൗണ്ട് പ്രസൻ്റ് ആയിരിക്കണം എന്ന കണ്ടീഷനാണ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റൻ്റ് എക്സസ് എമൗണ്ട് പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ പഠിച്ചു വാട്ട് ഈസ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. A reaction which appears to be higher order but actually follows a lower order kinetics is known as pseudo order reaction. Give two examples for pseudo order reaction. The first example is hydrolysis of ethyl acetate and second example is inversion of cane sugar. രണ്ടും കൃത്യമായി പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നോക്കൂ. നമ്മൾ ആദ്യം പഠിച്ചത് ഓർഡർ ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ. അതിൽ നമ്മൾ മെക്കാനിസം എന്താണ് എന്നും മനസ്സിലാക്കി. ഒരു റിയാക്ഷനെ ഡീറ്റെയിൽ ആയി ഡിസ്ക്രൈബ് ചെയ്യുന്നതെയാണ് മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാമെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തു റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കാണുക, ഡിഫറെൻ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം മോളിക്കുലാരിറ്റി എന്ന പുതിയൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. മോളിക്കുലാരിറ്റി ഡെഫിനിഷൻ, അതിനെ ഓർമ്മിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഓർഡറും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കൃത്യമായി പഠിച്ചു. അതിനുശേഷം സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ പറ്റി മനസ്സിലാക്കി. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി. അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഏതെങ്കിലും റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു റിയാക്റ്റൻ്റ് എക്സസ് എമൗണ്ട് പ്രസൻറ്റ് ചെയ്യണം എന്ന കണ്ടീഷൻ മനസ്സിലാക്കി. അതിനുശേഷം രണ്ട് എക്സാമ്പിൾ പഠിച്ചു. ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൽ അസറ്റേറ്റും ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗറും. ഈ രണ്ട് കേസിലും വാട്ടർ പ്രസൻറ്റ് ഇൻ എക്സസ് എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് അതിൽ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ ആവാനുള്ള കാരണമെന്നും കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.